ഡെയിലി 25-30ഓളം ലെറ്റേഴ്സ്. ഇല്ല നോർമൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കട്ടൗട്ട്സ് മാഗസീനിൽ വരുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ഞാൻ പറയുമായിരുന്നു ഇങ്ങനെ പുഷ്പാഞ്ജലി കഴിച്ചയക്കുക. ഉണ്ട് ഞങ്ങൾ പോയി നോക്കിച്ചു, ഇതാണ് തന്നെ ഈ നിങ്ങളാണ് എനിക്ക് വേണ്ടിയിട്ടുള്ള ഇതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ കണിയാനെ കൊണ്ട് നോക്കിച്ചു. നമ്മൾ തമ്മിൽ ചേരും, ഇനി ഒരു തീയതി അത് മാത്രമാണെന്ന്, അങ്ങനെയൊക്കെ വളരെ കാവ്യാത്മകമായിട്ടൊക്കെയാണ്. ദുബായിൽ എത്തിയിട്ട് അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ്. അപ്പം ഞങ്ങളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് വളരെ ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ചേച്ചി എവിടെ ഏത് ഗേറ്റാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടാണ് ഗേറ്റ് പോലും പറഞ്ഞത്. അത് ചേച്ചി വേണോ റൈഡെന്ന് ചോദിച്ചില്ല. ചേച്ചി എവിടേക്കാ, കൊച്ചിക്കാ? ഞാൻ പറഞ്ഞു കയറിയിരുന്നു. അവർ തരുന്നൊരു സ്നേഹം. അതെ കോളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരാ, ഒരു കൊച്ചു കുട്ടിയാ നീ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട്. അച്ഛനെല്ലാവരും കൊച്ചുകുട്ടികളാണ്, ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അച്ഛൻ പറയാം അമ്മോട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് വയ്ക്കണം, അവളെ എന്തൊക്കെയാണ് ചോദിക്കേണ്ടത്, പേര് ഏത് ഏരിയ ആണ്. എന്നിട്ട് അച്ഛൻ വിളിച്ചു. അപ്പോൾ ഇപ്പോൾ പാലക്കാടാണെന്ന് പറഞ്ഞു. പാലക്കാട് എവിടെയാണെന്നൊക്കെ ചോദിക്കാൻ പറയാം അച്ഛൻ. അച്ഛൻ അത്രയൊക്കെ ചിന്തിക്കും. പക്ഷെ ഞാൻ അത് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ പോയി ഒരു എന്തെങ്കിലും കഴിക്കാൻ ഉള്ളത് കഴിച്ച് പിന്നെ അമ്മ പറയും ഇത് അല്ലെങ്കിൽ തന്നെ ഇതിനെ ഇരുത്തി. എനിക്ക് തോന്നുന്നു ഞാനൊരു ചുരിദാർ ഇട്ടിട്ടാണ് ചെന്നത്. അപ്പോൾ ഇത്രയൊന്നും ഡ്രസ്സ് ചെയ്ത് വരാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഇതിലും സിമ്പിളായിട്ട് എങ്ങനെയാണ് വരേണ്ടത്. മക്കളുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് ഈ ദിവ്യയുടെ ഡാൻസ് ലൈഫിനോട്? അവർക്ക് ഡാൻസർ ദിവ്യയാണോ അതോ പണ്ട് സിനിമകളിൽ കണ്ട ആ ഒരു സ്റ്റാർഡമുള്ള ഒരു എന്താണ്, ഇപ്പോഴും സ്റ്റാർഡോട് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ആ ഒരു ആക്ട്രസ് ദിവ്യയാണ് കുറച്ചുകൂടി അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇഷ്ടം? അങ്ങനെ അവർക്ക് അതൊരു ഈ സ്റ്റാർഡം അങ്ങനത്തെ ഒന്നും മനസ്സിലായിട്ടില്ല. കാരണം മോളിപ്പോൾ 13, മോൻ 15 വയസ്സ്, മോള് 13 വയസ്സ്, പിന്നെ എനിക്കൊരു 4 വയസ്സുള്ള ഒരു മോളും കൂടി ഉണ്ട്. അവിടെ ആയതുകൊണ്ട് അവർക്ക് ഇവിടെയാണ് കുറച്ചുകൂടി അവര് അവരുടെ ഇനീഷ്യൽ സ്റ്റേജസിലും മൂത്ത രണ്ടുപേരുടെ ഇനീഷ്യൽ സ്റ്റേജസിലും സോഷ്യൽ മീഡിയ അങ്ങനെ അങ്ങോട്ട് ഇപ്പോഴാണ്. അപ്പം ഇപ്പോഴൊക്കെ കുറച്ചും കൂടെയൊക്കെ ഇങ്ങനെ റീലും ഒത്തിരി സ്വപ്നങ്ങൾ, എന്താ വാട്ട് ഡസ് ഒത്തിരി സ്വപ്നങ്ങൾ മീൻ എന്നൊക്കെ ഇടയ്ക്ക് ഒരു ദിവസം എന്നോട് ഞാൻ പറഞ്ഞു ഇതെവിടെ നിന്ന് കേട്ടു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ കണ്ടു ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നത് കണ്ടു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെ ഇപ്പോൾ ആളുകൾ ഫോട്ടോ എടുക്കുന്നതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ നൃത്തവേദികളിലൊക്കെ കാണാറുണ്ടല്ലോ ഞാനിവരെ ബാക്ക് സ്റ്റേജ് ബേബീസ് എന്ന് വിളിക്കും. കാരണം ഇവരെപ്പോഴും ബാക്ക് സ്റ്റേജിൽ അങ്ങനെ ആദ്യം തൊട്ടേ അവർ അങ്ങനെ ശീലിച്ചിട്ടുണ്ട്. അപ്പം എനിക്കതുകൊണ്ടൊരു എക്സ്ട്രാ എഫേർട്ടോ അങ്ങനെയൊന്നും തോന്നിയില്ല. കാരണം ഇവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവർ ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നതും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ കണ്ടാണ് ഇവർ വളരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഓഡിറ്റോറിയത്തിലൊക്കെ പോയി എൻ്റെ പിള്ളേർ വളരെ ഫീൽ അറ്റ് ഹോമാണ്. അതായത് empty ഹാളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളുടെ ആനുവൽ ഇവൻറ്റ്സിനൊക്കെ നമ്മൾ സ്റ്റേജ് പ്രിപ്പറേഷനായിട്ട് നേരത്തെ ചെല്ലും, ഇല്ലെങ്കിൽ സൗണ്ട് ചെക്കിനൊക്കെ ഏതെങ്കിലും ഒരു വേദിയിൽ ഡാൻസ് ചെയ്യാൻ ചെന്നാലും ഒക്കെ ഇവർ എവിടെയെങ്കിലുമൊക്കെ സീറ്റ് കണ്ടുപിടിച്ചോ സോ ഗ്രീൻ റൂം എവിടെയാണ് അമ്മ, അതെവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അങ്ങനെ ട്രെയിൻഡാണ് ഇവർ, സീസൺഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അന്നേരം അപ്പോൾ ഫോട്ടോ എടുക്കും, കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും എന്നുള്ളതൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷൻ ഈ ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലും ഒന്നൊരുങ്ങി ഇറങ്ങിയാൽ ഒരു ദിവസം തട്ടിമുട്ടി പോകാൻ വേണ്ടി 50 ഫോട്ടോ എടുക്കേണ്ടി വരും. അതെ അപ്പോൾ അവർക്കതൊന്നും ഒരു പുത്തരിയല്ല. പിന്നെ ഈ റീലുകളൊക്കെ പഴയ സീൻസൊക്കെ ക്ലിപ്സൊക്കെ കാണുമ്പോൾ അവർ ഇങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴും ആ ഒരു അവരുടെ ജീവിതമായിട്ടുള്ള ലെവലിലേക്ക് എത്തിയിട്ടുള്ളൂ. അതായത് അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ ഇത് ചെയ്തപ്പോൾ അമ്മയുടെ സ്കൂൾ വർക്ക് എന്ത് ചെയ്തു അമ്മ, അത്രേ ആയിട്ടുള്ളൂ. ഈ 3 കുട്ടികളുണ്ട്, വീട് ഹാൻഡിൽ ചെയ്യണം, ഈ അതിനിടയ്ക്ക് ഡാൻസ് ഉണ്ട്. ഈ ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് ശരിക്കും? ടൈം മാനേജ്മെന്റ് അങ്ങനെയൊന്നുമില്ല. അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റാണല്ലോ. അതായത് നമ്മളുടെ സ്കൂളിൽ പോണ കുട്ടികളായതുകൊണ്ട് ഇത്ര മണിക്ക് പോകണം, അത് അപ്പോൾ
അതാ ഞാൻ പറഞ്ഞത്, രാവിലെ വെളുപ്പിനെയുള്ള ഒന്നില്ലെങ്കിൽ വളരെ വെളുപ്പിനെയുള്ള പ്രാക്ടീസ്, അല്ലെങ്കിൽ അവർ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ആ ഒരു സമയത്താണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്നത്. അങ്ങനെയാണ്. ആ ഓക്കെ. ഈ ദിവ്യയുടെ അനിയത്തി സിനിമയിലേക്ക് വരികയുണ്ടായി. അപ്പൊ കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്തുള്ളൂ. പിന്നീട് ദിവ്യക്കയുടെ ഒരു സ്റ്റാർഡത്തിന്റെ അത്ര എത്തുന്നതിന് മുന്നേ തന്നെ കരിയർ മാറി. അപ്പം വിദ്യ അവരുടെ ഒരു കരിയറിൽ പ്ലാനിങ്ങിൽ ദിവ്യയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നില്ലേ? ആ സെലക്ഷനും കാര്യങ്ങളും ഒക്കെ അത് ജസ്റ്റ് ട്രൈ എന്നുള്ള രീതിയിൽ വന്നു പോവുകയാണോ ചെയ്തത്? ആ അത് ഒരു ഓഫർ വന്നതാണ് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഡോക്ടർ ലവ് ആണെന്നാണ്. ഡോക്ടർ ലവ്, പിന്നെ ഒരു 3G എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അതെ അതെ. അപ്പോൾ അത് എഞ്ചിനീയറിങ്ങിൻ്റെ ഇടയ്ക്കായിരുന്നു. അപ്പോൾ നമ്മളത് ചെയ്തു. പക്ഷെ പിന്നീട് പ്ലേസ്മെൻറ്റ് കിട്ടി, ജോലി കിട്ടി. അപ്പോൾ നമ്മൾ അതിലേക്ക് അതിങ്ങനെ പോയി. പിന്നെ അവിടുന്ന് ഹോങ്കോങ്ങിലേക്ക് അടുത്ത പ്ലേസ്മെൻറ്റ്, ഇപ്പം സിംഗപ്പൂരാണ്. അതെ അതെ അതെ. ഇപ്പൊ ഈ സ്റ്റാർഡത്തിനെ പറ്റി നേരത്തെ നമ്മൾ സംസാരിച്ച് പറഞ്ഞപ്പം ഈ സ്റ്റാർഡം മുതലെടുത്ത എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ലൈഫിലുണ്ട്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ദിവ്യ ഒരു സ്ഥലത്ത് പോയി നിന്ന് ക്യൂ നിൽക്കേണ്ടി വരില്ല, എയർപോർട്ട് എല്ലാത്തിനും ഒരു കൺസിഡറേഷൻ കിട്ടും. അങ്ങനെ അത് മുതലെടുത്ത എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, രസകരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും ഓർമ്മയാണ്? എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇൻസിഡന്റ് ഉണ്ടോ? ഇൻസിഡന്റ് എന്ന് പറയുന്നത്, ഞാൻ ഈ 3 കുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ 3 കുട്ടികളെയും കൊണ്ട് ഒന്നിച്ച് ഈ അമേരിക്കയിൽ തന്നെ യാത്ര ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു കോവിഡിന് മുമ്പ് ഇവരെ 2 പേരെയും കൊണ്ട് ഞാൻ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ദുബായിൽ എത്തിയിട്ട് അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് വളരെ ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ പക്ഷെ കുറേ നടക്കാനുണ്ട്, കിലോമീറ്റേഴ്സ് നടക്കാനുണ്ട്, സെക്യൂരിറ്റി ചെക്കും കഴിയണം. അപ്പോഴത്തേക്കൊക്കെ ഇവർ ക്ഷീണിക്കും. ഇവർ കുഞ്ഞു കുട്ടി, ഇപ്പോൾ കുറച്ച് വലുത്. ഇത് കോവിഡിന് മുമ്പാണ്. അപ്പോൾ 2 പേരുടെയും കൈവിടാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് എന്ത് പറ്റും, ഇവരുടെയൊക്കെ ബാക്ക് പാക്ക് എൻ്റെ തോളത്തേക്ക് വരും. അപ്പോൾ എൻ്റെ നടത്തത്തിൻ്റെ സ്പീഡ് കുറയും, എടുക്കാനുള്ളതിനേക്കാളും വലിയ കുട്ടികളായി. അപ്പോൾ ഇങ്ങനെ ആ വണ്ടി ഉണ്ടല്ലോ എയർപോർട്ടിൽ. അപ്പോൾ ചേച്ചി എവിടെ, ഏത് ഗേറ്റാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടാണ് ഗേറ്റ് പോലും പറഞ്ഞത്. അത് ചേച്ചി വേണോ റൈഡൊന്നും ചോദിച്ചില്ല. ചേച്ചി എവിടേക്കാ, കൊച്ചിക്കാ? ഞാൻ പറഞ്ഞു കയറിയിരുന്നു. അങ്ങനെയൊക്കെ. പക്ഷെ അത് അവർ തരുന്ന ഒരു സ്നേഹം, അല്ലാണ്ട് അങ്ങനെ മുതലെടുത്തിട്ടൊന്നുമില്ല. ഈ സെലിബ്രിറ്റി സ്റ്റാർഡം വിനയായ സിറ്റുവേഷൻ ഉണ്ടോ? സ്റ്റാർഡം അറിയാലോ. അത് ചില സമയത്തൊക്കെ ഇങ്ങനെ എനിക്ക് വീട്ടിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കാൻ ഇഷ്ടമല്ല. അമേരിക്കയിൽ തന്നെ വേറെ സ്റ്റേറ്റ്സിൽ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ചിലപ്പോൾ വളരെ ഹെക്റ്റിക്കായിട്ട് റെഡ് ഐ ഫ്ലൈറ്റ്സ് ഒക്കെ, അതായത് ഇപ്പോൾ അവിടെ ഇപ്പോൾ കാലിഫോർണിയ ഒക്കെ വേറെ ടൈം സോണാണ്, 2 മണിക്കൂർ പുറകിലുമാണ്, ഒരു 4-5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ അന്നേ ദിവസം തന്നെ എത്തി പെർഫോം ചെയ്ത് രാത്രി ഫ്ലൈറ്റൊക്കെ എടുക്കും തിരിച്ച്. അപ്പം ഞാൻ അതുവരെ ഇങ്ങനെ ഓർഗനൈസേഴ്സിനോട് എനിക്ക് എന്നെ എയർപോർട്ടിൽ എത്തിക്കണോടോ, നിങ്ങളുടെ പരിപാടി ഡിലേ ആയാലും എയർപോർട്ടിൽ ഇതൊക്കെ. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കും, പക്ഷെ ഫോട്ടോ എടുക്കാൻ വന്നവരോട് ഞാൻ നോ പറയൂല. അപ്പോൾ അവർക്ക് അവരുടെ പരിചയക്കാരാ. അപ്പം മാം ഇറങ്ങാം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വയസ്സായ ആരെങ്കിലും ഒക്കെ വന്ന് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ ലേറ്റായിട്ട് ഗേറ്റ് ക്ലോസ് ചെയ്യണ സമയത്തൊക്കെ അവസാനം ഞാൻ കയറി ചെന്ന ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് അവിടെയും കുഴപ്പമില്ലാണ്ട് പോയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ എന്നെ സമാധാനിപ്പിക്കും. ഇപ്പൊ ഈ ഫോട്ടോ എടുക്കാൻ വരുന്നത് പറഞ്ഞപ്പോ ഒരു ആക്ട്രസ്, ഞാൻ പേര് പറയുന്നില്ല, അവരുടെ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നതായിരുന്നു. വർഷങ്ങളായിട്ട് അവർക്ക് എഴുത്തുകൾ അയച്ചിരുന്ന ഒരു ആരാധകൻ, അതായത് കൃത്യം വളരെ അവരുടെ ഡ്രസ്സിങ്ങിന്റെ ആണെങ്കിലും അവർ ചെയ്യുന്ന സിനിമകളിലെ വളരെ സീരിയസ് ആയിട്ടൊരു ഡിസ്കഷൻ തന്നെ എഴുത്തിലൂടെ അയാൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാളൊരു പട്ടാളക്കാരനായിരുന്നു. അപ്പൊ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ എഴുത്തുകൾ വരാതെ റെഗുലറായിട്ട് ഇങ്ങനെ എവിടെ ഈ കാര്യങ്ങളിൽ എവിടെ പോയാലും ഇങ്ങനെ ഡീറ്റെയിൽ വരും. അപ്പോൾ കണ്ടിട്ടൊന്നുമില്ല അവര്. അപ്പൊ പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം ആ എഴുത്തുകൾ വരാതായി, അയാൾ മരിച്ചു പോയിരുന്നു. അപ്പം അങ്ങനെ അത് പുള്ളിക്കാരിക്ക് വലിയൊരു ഷോക്ക് അല്ലെങ്കിൽ പോലും ഒരു വലിയ വിഷമം സംഭവിച്ചു എന്നുള്ളൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു ഫാൻ ബോയ് മൂമെന്റ് ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഇപ്പോഴാണ് ഈ സെൽഫിയും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പം ദിവ്യ തുടങ്ങുന്ന സമയത്ത് ഓട്ടോഗ്രാഫാണ്, ബുക്കിൽ എഴുതുക, പേന എഴുതി ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞത് വളരെ റെയർ ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഇത്രയും വർഷത്തെ ഒരു കരിയറിൽ ഒരു ഫാൻ ബോയ് മൂമെന്റോ ഫാൻ ഗേൾ മൂമെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു വ്യക്തിയോ ഒരിക്കലും മറക്കാത്തൊരു സംഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ നമുക്ക് ഒരുപാട് ലെറ്റേഴ്സ് വരാറുണ്ടായിരുന്നു. ഒരു ഡെയിലി 25-30ഓളം ലെറ്റേഴ്സ് ഒക്കെ വരുന്ന. ഇല്ല നോർമൽ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കട്ട് ഔട്ട്സ് മാഗസീനിൽ വരുന്ന അങ്ങനത്തെ കുറേ കാര്യങ്ങൾ.
പിന്നെ ഞാൻ പറയുമായിരുന്നു ഇങ്ങനെ പുഷ്പാഞ്ജലി കഴിച്ചയക്കുക, അങ്ങനത്തെയൊക്കെ. ഇങ്ങനെ രസീത് അയക്കുക, അതിൻ്റെ രസീതിൽ പൊതിഞ്ഞ്, അതായത് നമ്മുടെ പേരൊക്കെ എഴുതിയിട്ടേ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പുഷ്പാഞ്ജലി കഴിച്ച ആളായിരിക്കും അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമല്ലേ? എന്നാലും നമ്മള് ഒരു കണ്ടിട്ടില്ലാത്ത ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു എന്താ ഒരു ബ്ലെസ്സിങ് വേറെ ഇല്ലെന്ന് തന്നെ വിശ്വസിക്കാം. ശരിക്കും വലിയൊരു ഭാഗ്യം തന്നെയാണ് അതൊക്കെ. അത് മാത്രമല്ല, അതെല്ലാം നമ്മുടെ എഫേർട്ടാണ്. ഒരു ഡെലിഗേഷനും ഇല്ലാത്ത കാലമാണ് അത്. ഇപ്പം നമുക്ക് ഒരു വെബ്സൈറ്റിൽ പോയി ഒരു കേക്ക് അവർ തന്നെ മെസ്സേജ്, ഞാൻ പറയുന്നത് അതിന് വിലയില്ലാന്നല്ല, ഞാൻ പറയുന്നത് ആ കാലത്ത് ഇറ്റ്സ് മോർ സ്പെഷ്യൽ ബിക്കോസ് ഇറ്റ് ഇസ് 100% ബൈ ദാറ്റ് പേഴ്സൺ. ശരിയാണ്, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അവിടെ എഫേർട്ട്, അവിടെ സമയം ഇപ്പൊ ഒറ്റ ക്ലിക്കിൽ എന്തും നടക്കും, അന്ന് അങ്ങനെ ഇല്ല. അതെ, സോ ഇറ്റ്സ് എക്സ്ട്രാ സ്പെഷ്യൽ. ഈ ലവ് ലെറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടോ? എന്ന് രസകരമായിട്ട് എല്ലാവരും ഇരുന്ന് വായിക്കാം, വീട്ടുകാരെല്ലാം ഇരുന്നിട്ട് എഴുതി ചിലപ്പോൾ കോമഡിക്കാർ എഴുതിയിടണം, അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളിലുണ്ടോ? ഉണ്ട്. ഞങ്ങൾ പോയി നോക്കിച്ചു, ഇതാണ് തന്നെ ഈ നിങ്ങളാണ് എനിക്ക് വേണ്ടിയിട്ടുള്ള ഇതെന്ന് പറഞ്ഞിട്ട്, അങ്ങനെയൊക്കെ ഞങ്ങൾ കണിയാനെ കൊണ്ട് നോക്കിച്ചു. നമ്മൾ തമ്മിൽ ചേരും. അല്ല, ഈ ഇന്റർവ്യൂ അയാള് കാണുന്നുണ്ട്, അയാളുടെ മുഹമ്മദ് ഇങ്ങനെ ഇരിക്കുമോ ഞാനിത് അയച്ചത്, എന്നിട്ട് ബാക്കിയുള്ള അല്ല, അപ്പൊ ഞങ്ങള് എന്താ പറയാ, ഇനി ഒരു തീയതി അത് മാത്രമാണെന്ന്, അങ്ങനെയൊക്കെ വളരെ കാവ്യാത്മകമായിട്ടൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ റൗണ്ട് 3 ഞാൻ വായിക്കുള്ളൂ കേട്ടോ. അച്ഛൻ അമ്മ കഴിഞ്ഞിട്ടാണ്, അല്ലാണ്ട് ഒന്നിച്ചിരുന്ന് വായനയൊന്നുമില്ല. 14 വയസ്സുള്ള കൊച്ചിന് 14-15 വയസ്സൊക്കെ. അപ്പോൾ എന്താ പറയാ, അത് പാരന്റൽ ഗൈഡൻസ് ഒക്കെ കഴിഞ്ഞിട്ടേ നമ്മുടെ കയ്യിലേക്ക് എത്തുള്ളൂ. ഈ മറ്റേ ഏതെങ്കിലും എഴുത്തുകൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്? ഇതുപോലത്തെ ലെറ്റേഴ്സ് അല്ല, അല്ലാതെ എന്തെങ്കിലും ഭയങ്കര ടച്ചിങ് ആയിട്ട് നമ്മൾ ഇത്രയും ഫോളോ ചെയ്ത് ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകന്റെ ആരാധികയോ എഴുത്ത് ഇതിനൊരു എന്തെങ്കിലും ഒരു മറുപടി കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഈ ലെറ്ററിന് മറുപടി കൊടുക്കാൻ ആളെ വെച്ച നടീനടന്മാരുണ്ട് നമ്മുടെ ഇൻഡസ്ട്രിക്കകത്ത്. അപ്പം അതിനെന്തെങ്കിലും മറുപടികൾ ആർക്കെങ്കിലും അയച്ചിട്ടുണ്ടോ? ഇല്ല, എൻ്റെ അച്ഛനും അങ്ങനെ പ്രിന്റ് ചെയ്യിപ്പിച്ച് വെച്ചിരുന്നു. ഒരു ഇംഗ്ലണ്ടിൽ ഇങ്ങനെ കുറെ ടൈപ്പ് ചെയ്തൊക്കെ വെച്ചിരുന്നു. എന്നിട്ട് അച്ഛൻ തന്നെ അഡ്രസ്സ് എഴുതി വന്നവർക്കൊക്കെ മറുപടി പറ്റുന്നത്ര ഒരേ മറുപടിയാണ്. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി, വളരെ സ്നേഹം, കത്ത് കിട്ടി, സ്നേഹപൂർവ്വം ദിവ്യ ഉണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട്. ആദ്യമൊക്കെ അച്ഛൻ പറഞ്ഞു ഒപ്പിടാനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അപ്പോൾ അച്ഛൻ വിചാരിക്കുമോ അവർക്ക് സന്തോഷമായി, അടുത്ത റിക്വസ്റ്റ് വരും, ചേച്ചിയുടെ ഫോട്ടോയും ഓട്ടോഗ്രാഫുമായിട്ട് ഒരെണ്ണം അയച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ഇനി എന്ത് ചെയ്യും, ഇനി നമുക്ക് പോയി ഫോട്ടോ എടുക്കാം. അങ്ങനെ, കാരണം അച്ഛൻ അങ്ങനെയായിരുന്നു. ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഫോൺ കോൾ പോലും ആരെങ്കിലും ദിവ്യ ചേച്ചി ഉണ്ടോ എന്ന് ചോദിച്ചു. പണ്ടൊക്കെ ചിത്രഭൂമിയിലൊക്കെ ആർട്ടിസ്റ്റുകളുടെ ഫോൺ ലാസ്റ്റ് പേജിൽ ആർട്ടിസ്റ്റുകളുടെ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ടാവും. ആർട്ടിസ്റ്റ് ഡയറക്ടറിൽ നിന്ന് 4 പേരുടെ, ആഴ്ചയിൽ 4 പേരുടെ വരും. അങ്ങനെ അപ്പോൾ നമ്മൾ വന്നാൽ നമുക്ക് ആ ആഴ്ച കുറേ കോൾസ് വരും. എന്നിട്ട് അത് സേവ് ചെയ്ത് വെച്ചിട്ട് വൺസ് വന്നാൽ അത് ഔട്ടായാൽ നമ്മുടെ ലാൻഡ് ഫോണിലേക്ക് ദിവ്യ ചേച്ചി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അപ്പോൾ രാത്രി എവിടെ ഞാൻ പഠിക്കുകയൊക്കെ ആണെങ്കിൽ അതെ കോളുണ്ട് എന്ന് പറഞ്ഞിട്ട്, ആരാ, ഒരു കൊച്ചുകുട്ടിയാ, നീ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട്. അച്ഛനെല്ലാവരും കൊച്ചുകുട്ടികളാണ്, ആരെങ്കിലുമൊക്കെ ആയിരിക്കും. ചേച്ചി. എന്നിട്ട് അപ്പോൾ അവർക്കും സംസാരിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാനും ചേച്ചി സിനിമ കണ്ടു, ശരി, ഇഷ്ടപ്പെട്ടു, ചേച്ചി ഒരുപാട് ഇഷ്ടം. അപ്പം അച്ഛൻ പറയും നീ സംസാരിക്കുക അവരോട്. ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ പേര് ചോദിച്ച് കുറച്ച് കാര്യങ്ങൾ. എന്നിട്ട് അച്ഛൻ പറയാം അമ്മോട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് വെക്കണം, എന്തൊക്കെയാണ് ചോദിക്കേണ്ടത്, പേര്, ഏത് ഏരിയ ആണ്. എന്നിട്ട് അച്ഛൻ വിളിച്ചു. അപ്പോൾ ഇപ്പോൾ പാലക്കാടാണെന്ന് പറഞ്ഞു. പാലക്കാട് എവിടെയാണെന്നൊക്കെ ചോദിക്കാൻ പറയാം അച്ഛൻ. ഞാൻ പറഞ്ഞു അച്ഛൻ അതെന്തിനാണ്? അല്ല, അവരത്രയും സമയം എടുത്ത് അവർ വല്ല ബൂത്തിലൊക്കെ പോയി വിളിക്കും. അച്ഛൻ അത്രയൊക്കെ ചിന്തിക്കും. അവരെവിടെയെങ്കിലുമൊക്കെ പോയി വിളിക്കണമെങ്കിലോ നമ്മൾ അവർക്ക് അങ്ങനെയായിരുന്നു. സോ കുറേയൊക്കെ ഞാൻ കുറേയൊക്കെ സംസാരിക്കും. അപ്പോൾ ചിലപ്പോഴൊക്കെ അമ്മ പറയും പരീക്ഷയുടെ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിനെയാണോ? അല്ല, ഒന്നൊരു ഹലോ പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്നൊക്കെ പറയും. പക്ഷെ ഞാനത് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ പോയി എന്തെങ്കിലും കഴിക്കാൻ ഉള്ളത് കഴിച്ച് പിന്നെ അമ്മ പറയും ഇതല്ലെങ്കിൽ തന്നെ ഇതിനെ ഇരുത്തി. അങ്ങനെയൊക്കെ രസകരമായിരുന്നു. ഈ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സ്കൂളിലൊക്കെ പോകാൻ ആ സമയത്തൊക്കെ സമയം കിട്ടിയിട്ടുണ്ടോന്ന് അറിയില്ല, എന്നാലും ഷൂട്ടൊക്കെ ആയിരിക്കും. ഈ ഒരു സെലിബ്രിറ്റി ഇത് ഒരു സ്റ്റാർഡം സ്കൂളിൽ പോയി കുറച്ച് ഷോ കാണിക്കുക, അല്ലെങ്കിൽ കോളേജ് അങ്ങനെ കുറച്ച് ഷോ കാണിച്ചിട്ടുണ്ടോ? ടീനേജ് ആണ്, അത്രയും മെച്യൂരിറ്റി ഉള്ളൂ ആ പ്രായത്തിൽ എല്ലാവർക്കും.
അപ്പം അങ്ങനെ ഒരു കൂട്ടുകാരുടെ ഒരു ചാട കാണിക്കുക, അല്ലെങ്കിൽ കുറച്ച് പേര് നമ്മളെ കളിയാക്കാരുടെ മുമ്പിൽ ഒരു ചെറിയൊരു ആറ്റിറ്റ്യൂഡ് ഇടുക, അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ ഉണ്ടോ? ഇല്ല, നമ്മളെയാണ് റാഗ് ചെയ്തിരിക്കുന്നത്. നമ്മളൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ബിഗിനർ ആയിരുന്നല്ലോ. ഞങ്ങളുടെ ബാച്ചായിരുന്നു അവസാനത്തെ പ്രീ ഡിഗ്രി ബാച്ച്. അത് പിന്നെ റാഗിങ് ഉണ്ടായിരുന്നു. റാഗിങ് ഒക്കെ കാര്യമായിട്ട് എന്ന് വെച്ചാൽ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിലല്ല, അവിടെ കോളേജ് ഗൈഡ് ലൈൻസ് വെച്ചിട്ടുള്ള പേര് പറയുക, ആൽഫബറ്റ്സ് പറയുക, പെണ്ണ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനായിട്ട് അങ്ങനെ നമ്മൾ വളരെ, കാരണം നമുക്ക് അറ്റൻഡൻസ് ഫുള്ളായിട്ട് വരൂല, അല്ലെങ്കിൽ നമ്മളവിടെ ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ നിന്ന ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഭവ്യതയോടെ തന്നെയാണ് നിന്നിട്ടുള്ളത്. ഈ വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്, വിനീത് കോളേജ് ചെന്ന് കഴിഞ്ഞപ്പോൾ നീ ശ്രീനിവാസന്റെ മകനല്ലാതെ അച്ഛൻ നടക്കുന്നത് നടക്കടാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അതുപോലെ അതിൽ സിനിമയിലെ ഡയലോഗ് പറഞ്ഞോ പറയിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. പക്ഷേ എന്താ പറയാ, ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഞാനൊരു ചുരിദാർ ഇട്ടിട്ടാണ് ചെന്നത്. അപ്പോൾ ഇത്രയൊന്നും ഡ്രസ്സ് ചെയ്ത് വരാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇതിലും സിമ്പിളായിട്ട് എങ്ങനെയാണ് വരേണ്ടത്, അങ്ങനെ എന്തോ ഞാൻ തിരിച്ച് പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതല്ലാണ്ട് അതിന്റെ മേലേക്ക് പോയില്ല. ഇല്ല, ഈ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ആദ്യ സിനിമകളിലൊക്കെ പട്ടുപാവാട, ബ്ലൗസ്, ഹാഫ് സാരി, അങ്ങനത്തെ പിന്നെ ചുരം വരുന്നു, അങ്ങനത്തെ കുറച്ച് കോസ്റ്റ്യൂം, അങ്ങനത്തെ കഥാപാത്രങ്ങളായിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു നക്ഷത്രങ്ങൾ പറയാതിരുന്നതിന്റെ അകത്താണോ അതെയോ പ്രണയവർണ്ണങ്ങളുടെ അകത്താണോ ഒരു ചേഞ്ച് ഓവർ വരുന്നത്? അതുവരെ ഒരേ ടൈപ്പ് അല്ലെങ്കിൽ കോസ്റ്റ്യൂമിലൊന്നും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല. അവിടെ തൊട്ടല്ലേ ഒരു കോസ്റ്റ്യൂമിൽ ചേഞ്ച് വരുന്നു, കുറച്ച് ബോൾഡായ ക്യാരക്ടേഴ്സിലേക്ക് കയറുന്നു അല്ലേ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? അതേ ഓർഗാനിക്കിലേക്ക് നടന്നു പോയി പിന്നീടാണോ അത് റിലൈസ് ചെയ്തത് ഇന്ന സമയം തൊട്ടാണ്? ഇല്ല, അത് സിബി സാറ് പറഞ്ഞതാണ്. വേറൊരു ലുക്കിലാണ് ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്, ദിവ്യ ഇങ്ങനത്തെ ക്യാരക്ടറാണ്. അതിന് എനിക്ക് ഓർമ്മയുണ്ട്, കുറച്ച് ഒരു ഡ്രസ്സുകളൊക്കെ ട്രയൽ നോക്കിയതും ഫിറ്റിംഗ് നോക്കിയതും എങ്ങനെ ഉണ്ടാവും, എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് വലിയ ഷർട്ടും ഈ പോലത്തെ ലെഗിങ്സ് പോലത്തെ പാൻറ്റും, അതൊക്കെ ഒരു ഡിസിഷൻ, എങ്ങനെ ഏതൊരു ലുക്കിലാണ്. മോഡേൺ വേണം, പക്ഷേ ഏത് രീതിയിലുള്ള മോഡേൺ, കാഷ്വൽ മോഡേൺ ആണോ അതോ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, അങ്ങനത്തെ ഒരു ഡിസ്കഷൻ നടന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതും എന്തുകൊണ്ടാണ് രണ്ടുപേരിൽ ഞാനിങ്ങനെ അതങ്ങനെ എന്നുള്ളത് അതും അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരുന്നു. ഇപ്പം രണ്ടുപേരെന്ന് പറയുമ്പം മഞ്ജു വരെ ആയിരുന്നു. അപ്പം നിങ്ങൾ സമകാലീനായി വന്ന വ്യക്തികളാണ്. അപ്പം നമുക്ക് ഈ ഒരു ഓട്ട മത്സരം നടക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ നമുക്കൊരു വാശിയും ഇതൊന്നും കാണില്ല. കൂടെ ഒരാൾ ഓടാനുണ്ടെങ്കിൽ നമുക്ക് എത്ര ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ആ ഒരു ഇറയിൽ നിന്ന നായികന്മാരുമായിട്ട് നിങ്ങൾക്കുള്ളൊരു ഹെൽത്തി കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അങ്ങനെ ഒരു മത്സരം, എത്രയൊക്കെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവനവൻ ഏറ്റവും നല്ല ചെയ്യുക, അവനവൻ്റെ കരിയറായിട്ട് അങ്ങനെയാണ്. നമ്മളുടെ എല്ലാവരും ബേസിക്കലി മനുഷ്യരാണ്. അപ്പൊ അങ്ങനെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനെ ഇല്ല, സംസാരത്തിൽ നമ്മളൊക്കെ എന്താ ഈ കിൻഡർ ഗാർഡൻ ലെവലായിരുന്നല്ലോ, അങ്ങനത്തെ ഒരു രീതിയായിരുന്നല്ലോ. നമ്മൾ സമയം കിട്ടിയാൽ നമ്മളെല്ലാവരും കൂടെ പോയിരുന്ന് ഡാൻസ് റിലേറ്റഡ് വർത്തമാനങ്ങൾ പറയാം, അല്ലെങ്കിൽ ഇന്ന് പ്രാക്ടീസ് ചെയ്തില്ല, ഓ ഞാനും പ്രാക്ടീസ് ചെയ്തില്ല, അങ്ങനത്തെ ഡാൻസ് കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അതല്ലാണ്ട് കോമ്പറ്റീഷൻ ഒന്നും ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയില്ല. കാരണം അങ്ങനെ എങ്ങനെ ഉണ്ടാവാൻ പറ്റും? അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ കമ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പണിയപ്പോൾ ചെയ്യും. ഞാൻ ചോദിച്ചാൽ അങ്ങനത്തെ മത്സരമല്ല, നമുക്ക് നല്ലത് ചെയ്യുക എന്നുള്ളൊരു മത്സരമാണ്. ഇപ്പം മറ്റൊരാൾ നമുക്ക് വേറൊരാൾ നല്ലത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത്രയും നല്ല പടങ്ങൾ നമുക്കും ചെയ്യണം, നമ്മളുടെ കരിയറിന് ഒരു ഗ്രോത്ത് വരണം. അങ്ങനെ ഒരു തോട്ട് പ്രോസസ് നമ്മുടെ നോർമലി ഒരു മനുഷ്യന്റെ ഉള്ളിൽ വരില്ല, എന്റെ കരിയറിന് കുറച്ച് ഗ്രോത്ത് ആവണം, എന്നാലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾക്ക് തന്നെ പണിയിൽ നമ്മൾ ഏറ്റവും നമ്മുടെ ബെസ്റ്റ് വേർഷൻ കൊടുത്താലല്ലേ ആ ഗ്രോത്ത് സംഭവിക്കുള്ളൂ. അപ്പൊ ആ ഒരു തോട്ടിലായിരുന്നു നമ്മൾ ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ദിവ്യയുടെ ഒരു ക്യാരക്ടേഴ്സിനെ പറ്റി എടുത്തു പറയേണ്ട ഒരു സിനിമയാണ്. ഞാൻ ഒരു ദിവസം സിബി സാറുമായിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഈ ഉസ്താദ്, ഈ പരമേശ്വരൻ എന്ന് പറയുന്ന കഥാപാത്രവും പപ്പ എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ അവരെവിടെ എത്തി നിൽക്കുകയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം സിബി സാറിന്റെ മറുപടി എനിക്ക് ശരിക്കും പറഞ്ഞ ഞെട്ടിച്ച ഒരു റിപ്ലൈ ആണ് വന്നത്. എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഓർക്കാത്ത ഒരു സിനിമയും കഥാപാത്രങ്ങളുമാണ് പരമേശ്വരനും ഉസ്താദും എന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയൊരു സാമ്പത്തികമായിട്ടൊരു വലിയൊരു ഹിറ്റിലേക്ക് പോയ എന്തോ സിബി സാറിന് അത്രയും പിന്നീട് ആ ക്യാരക്ടേഴ്സിനെ പറ്റി ഞാൻ ഓർക്കാറില്ല, ഉസ്താദിനെ പറ്റി ഓർക്കാറില്ല.
അല്ലെങ്കിൽ ഞാൻ ആ കഥാപാത്രങ്ങൾ ആ സിനിമയെ ഓർക്കാൻ വലിയ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള രീതിയിലാണ് സിബി സാറ് പറഞ്ഞത്. അപ്പൊ ആ ഒരു സിനിമ ഒരു എനിക്ക് തോന്നുന്നു അന്നൊരു ഈ വിജയപരാജയങ്ങളൊക്കെ അറിയാറുണ്ടായിരുന്നു ശരിക്കും, അല്ലെങ്കിൽ അത് എന്തായിരുന്നു ആ സിനിമ ശരിക്കും പറഞ്ഞാൽ അത്ര വലിയൊരു ഹിറ്റിലേക്ക് പോവാത്തൊരു സിനിമയായിരുന്നില്ലേ? ഉസ്താദോ? ഉസ്താദ് ആളുകളുടെ മനസ്സിലേക്ക് കയറിയ സിനിമയാണ്. അതെ അതെ. പക്ഷെ സിബി സാർ തന്നെയാണ് പറഞ്ഞത് അത്ര ഒരു ഫിനാൻഷ്യലി ഒരു വലിയൊരു ഹിറ്റിലേക്ക് പോവാത്തൊരു സിനിമയാണ്. ആ ക്യാരക്ടർ ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല, എനിക്ക് ആ ക്യാരക്ടറിനെ പറ്റി ഓർക്കാനും വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞാണ് നിന്നത്. എനിക്ക് തോന്നുന്നു അതിലൊരു ഡാൻസ് തന്നെയാണ് വിനീത് അദ്ദേഹമൊക്കെ ആയിട്ടുള്ള ഡാൻസ്, അതിന്റെ ഒരു ഓർമ്മകൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാവും ലാലേട്ടനൊക്കെ ആയിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കും പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു വർഷം? പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ആ ഒരു ചേട്ടൻ അനിയത്തി കോമ്പിനേഷനിലുള്ള സീൻസ് ആണ്. പിന്നെ കാലിക്കട്ട് ഞാൻ ചെയ്ത ആദ്യത്തെ പടമാണ്. അതെ, ഫുൾ. പിന്നെ ഈ ഡാൻസ് സീക്വൻസസ്, അതിൽ വിദ്യാമ്മയുടെ ക്യാരക്ടർ, വിദ്യാമ്മയുടെ കൂടെ കുറച്ച് സമയം ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നു. പ്രസാദ് അങ്കിൾ, കുറേ പേരുണ്ട്. ചിത്ര ചേച്ചി ഉണ്ടായിരുന്നു, ചിത്ര ചേച്ചിയുടെ കൂടെയും കുറച്ച് സമയം. നല്ല നല്ല സീൻസ്, കുറേ നല്ല ഹൃദ്യമായിട്ടുള്ള സീൻസ് ഉണ്ട്. എനിക്ക് നല്ല ഓർമ്മകളാണ്. ബാലതാരമൊക്കെ ആയിട്ട് വന്നെങ്കിൽ പോലും ദിവ്യ ഉണ്ണി എന്നൊരു ആർട്ടിസ്റ്റിനെ ഒരു ഹീറോയിൻ ആക്കുന്നത് വിനയൻ സാറാണ്. ആ സിനിമയിൽ അപ്പം കഴിഞ്ഞ ദിവസം വിഷ്ണുവിനെ വിനയൻ സാറിന്റെ മകനുമായിട്ട് സംസാരിച്ചു. മകൻ അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ അദ്ദേഹം കുറച്ച് വിഷമത്തിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഇപ്പൊ പറഞ്ഞത് അച്ഛൻ വിനയൻ സാറിന്റെ ഒരു സ്ട്രഗിളിങ് പീരീഡ് ഉണ്ടായിരുന്നല്ലോ, കുറച്ചധികം നാള് കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്ന. അപ്പം അച്ഛൻ സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരാള് പോലും അച്ഛനെ ആ സമയത്ത് വിളിക്കുകയോ അല്ലെങ്കിൽ പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇപ്പം സാർ ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടെന്ന് പറയുകയോ ചെയ്തില്ല. അത് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയി പോയി എന്ന് പറഞ്ഞു. അപ്പം ഈ ദിവ്യ വിളിച്ചിരുന്നു, അല്ലെങ്കിൽ ഈ കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? പുറകോട്ടാണോ? സൗഹൃദങ്ങളൊക്കെ എങ്ങനെയാണ്? ഇല്ല, കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യുന്നതിൽ വിനയനങ്ങളിനോടൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഞാൻ എന്നെക്കാട്ടിലും എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട്, ഇടയ്ക്ക് ഞാനും 1-2 തവണ കാണുകയും വർത്താനം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പക്ഷേ എൻ്റെ സിനിമ ആ ഒരു ബ്രേക്ക് എടുക്കണ സമയം തൊട്ടിട്ട്, ഞാൻ US പോയ സമയം തൊട്ടിട്ട് പിന്നെ ഞാൻ മേ ബി എവറി 2 years ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ആ ഒരു മാസം എനിക്ക് തോന്നണില്ല ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്ന് അങ്ങനെ. പക്ഷേ ഞാൻ US പോയതിന് ശേഷവും ഞാൻ കണ്ടിട്ടുണ്ട്, അതെനിക്ക് ഓർമ്മയുണ്ട്. ഫോണിലും സംസാരിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതങ്ങനെ അത്ര വലിയ റെഗുലർ പറയുകയുണ്ടായി. ഇന്നസെന്റ് സാറായിട്ട് സംസാരിച്ച മകന്റെ കല്യാണത്തിന്റെ സമയത്താണ് ലാസ്റ്റ്, ഒരുപാട് വർഷം മുന്നെയാണ്. അതാണ് ഞാൻ ചോദിച്ചത്. അതെ 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 അതെ. അത് അങ്ങോട്ട് കയറി സൗഹൃദം പുതുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. അതെന്താണെന്നറിയോ, ഇവരുടെയൊക്കെ എവിടെയാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റീസും എന്തിന്റെ നടുവിൽ കുടുങ്ങി കിടക്കുമ്പോഴാണ് നമ്മുടെ കോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവരുതെന്ന് വിചാരിച്ചാണ് വിളിക്കാണ്ടിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ നമ്മളുടെ കൺവെട്ടത്ത് നമുക്ക് 100% ഷുവർ ആണ് എന്നുള്ള രീതിയിലൊരു പ്രോഗ്രാം, അതായത് ഇവരിവിടെ വരുന്നു, ഇന്നിപ്പോൾ ഞങ്ങളുടെ ഹ്യൂസ്റ്റണിലേക്ക് ഇപ്പോൾ പ്രോഗ്രാംസ് ആയിട്ട് വരുമ്പോൾ അപ്പോൾ എന്താണെങ്കിലും റീച്ച് ഔട്ട് ചെയ്യും. കുറച്ച് ഇവിടെ ഞാൻ ഈ സിറ്റിയിലാണ് കേട്ടോ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കാണാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പോൾ ആരാണെങ്കിലും, ലാലേട്ടൻ വന്നപ്പോഴാണെങ്കിലും, ചിത്ര ചേച്ചി വരുമ്പോഴാണെങ്കിലും, ഇപ്പോൾ ഈയിടെ ശ്വേത ചേച്ചി വന്നിരുന്നു, ശ്വേത മേനൻ, അങ്ങനെ ആര് വന്നാലും കുറച്ച് സമയം പറ്റുകയാണെങ്കിൽ കാണാനോ ഡെഫിനറ്റായിട്ട് ഫോണിൽ. അത് നമുക്കറിയാം ഇന്ന് വൈകുന്നേരം പരിപാടിയാണ്, അവരുടെ ആ ഒരു ഡേയിൽ എപ്പോഴെങ്കിലും നമ്മൾ ഒരു ബാധ്യതയല്ല എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ്. ഈ എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമകൾ നായികയായ ജയറാമേട്ടൻ്റെ കൂടെ 6 ജയറാമേട്ടനുമായിട്ടുള്ള ഒരു സൗഹൃദം പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ റെഗുലർ? ഇപ്പം അതോ വല്ലപ്പോഴും മാത്രം കാണുന്നതാണോ, എങ്ങനെയാണ്? എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ കഥാനായകനാണ്. എന്ത് രസകരമാണ് ആ സിനിമയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. എത്ര തവണ അത് കണ്ടിട്ടുണ്ടാവുന്ന എനിക്കൊരു എണ്ണം എടുക്കാനില്ല. ആ സിനിമ എല്ലാം കൊണ്ടും വളരെ മികച്ച സിനിമകളിൽ ഒന്നാണ്. ഈ എന്തായിരിക്കും ആ സൗഹൃദങ്ങളൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മകളുണ്ട്? അദ്ദേഹം ഒരുപാട് കഥകൾ പറയുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന വ്യക്തികളാണ്. ഇന്നസെന്റ് സാറിനെ പോലെ തന്നെ ജയറാമേട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു സൗഹൃദം പറയാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ പരിചയം പറയാൻ പറഞ്ഞാൽ എന്തായാലും പരിചയം അതിന് മുമ്പ് തൊട്ടേ അറിയാം, ചെറുപ്പം തൊട്ടേ അറിയാം. അതിനുശേഷം കഥാനായകൻ, സൂര്യപുത്രൻ, കാരുണ്യം, പിന്നെ ഗൾഫ് യാത്രകൾ. ഏറ്റവും അവസാനം 2022 ഒരു കൺവെൻഷൻ വെച്ചിട്ടാണ് ചേട്ടനെയും ചേച്ചി അമേരിക്കയിൽ കാണുന്നത്. ഇപ്പോഴും അതേപോലെ തന്നെ ആ ഒരു വോംത്ത് 2 പേർക്കും ഉണ്ട്.
ഒട്ടു ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഭൂതകാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയി ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്നു, എന്ത് മാറ്റമായിരിക്കും? ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോയിട്ട് മാറ്റം വരുത്തണമെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ. ഒന്നും മാറ്റില്ല. ഇല്ല, ഹാപ്പിയാണ്. അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ മുന്നോട്ടുള്ള യാത്രകളെല്ലാം നന്നായി വരട്ടെ, തുടർന്നെല്ലാം പൊന്നാവട്ടെ. താങ്ക് യു സോ മച്ച്.